ജീവിത സാഹചര്യങ്ങൾ മാറുമ്പം എല്ലാ പേരൻസും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗം എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്നോട് ജയപ്രകാശൻ ഡോക്ടറുണ്ട്. കുട്ടികളിലെ ഫോണിൻ്റെ ഉപയോഗം നമ്മളെ കണ്ടാണല്ലോ, പേരൻസിനെ കണ്ടാണല്ലോ നമ്മൾ അവരിൽ ഇതിൻ്റെ ഉപയോഗം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ചില നിയന്ത്രണങ്ങൾ നമ്മൾ തന്നെ കൊണ്ടുവരേണ്ടതാണ്. അവർ വളരെ ക്ലിയറായിട്ട് പറയും ഉപയോഗിക്കാൻ പാടില്ല. ഡെഫിനറ്റായിട്ടും ചില ഇൻസ്ട്രക്ഷൻസ് നമ്മൾ വീട്ടിലും പാലിക്കണം. അപ്പോൾ ഞാൻ കേട്ട ഒരു കാര്യം, പല രാജ്യങ്ങളിലും വീട്ടിൽ ചെന്ന ഉടനെ ഒരു ചെറിയ ബാസ്ക്കറ്റിനകത്തേക്ക് അമ്മയും വീട്ടിലേക്ക് കയറുന്നത്. അതുപോലെ തന്നെ അതായത് ഒരു കോമൺ ഏരിയയിൽ തന്നെ അത് വെച്ച്, അപ്പോൾ ആരെടുക്കുന്നു ആരുപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു തിട്ടമുണ്ട്. അങ്ങനെ ഒരു കോമൺ പ്രാക്ടീസ്, അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു എമർജൻസി കോളൊന്നും വരാനുള്ള, സ്കൂളിൽ നിന്നുള്ള ഏതെങ്കിലും ഹോംവർക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇതൊക്കെയോ ഉള്ളൂ. അപ്പോൾ അത് ഫോണിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു ചെറിയ പ്രിൻ്റർ ഉണ്ടെങ്കിൽ, ഒരു നോൺ കളർ പ്രിൻ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. ഉപയോഗത്തെക്കുറിച്ച് സാധാരണ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക്, പിന്നെ ഈ സ്ക്രീൻ ഉപയോഗം, അതായത് ഫോണായാലും ടാബായാലും കമ്പ്യൂട്ടറായാലും, ഒരു തീരെ ചെറിയ കുട്ടി നമ്മൾ ഉപയോഗിക്കാനേ ഉദ്ദേശിക്കുന്നില്ല, ഒരു 5 വയസ്സ് വരെയുള്ള ആ പ്രായത്തിലൊക്കെ ആണെങ്കിൽ നമ്മളതിനൊരു കൃത്യമായൊരു നിയന്ത്രണം, ഏകദേശം 1 മണിക്കൂർ, 5 വയസ്സിൽ കൂടുതലുള്ള